കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് VS പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടന്നത്. ദൃശ്യങ്ങളിലേക്ക്. അനൽക്ക ചേരുന്നു അവിടെ നിന്നും. അനൽക്ക, ആ ബസ് അവർ തടഞ്ഞിരിക്കുകയാണോ? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ലക്ഷ്മി എന്ന യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയിലെ ചൊവ്വനൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള VS സുജിത്തിനെ പോലീസ് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് കമ്മീഷൻ ഓഫീസിൽ നടക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. തിരക്കുള്ള ഓണമായതുകൊണ്ട് തന്നെ ഈ റോഡിൽ കോഴിക്കോട് മാനാഞ്ചിറ പാളയം റോഡ് വലിയ രീതിയിൽ തിരക്കനുഭവം ഉണ്ടായിരുന്നു. ഈ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിനിടയിൽ ബസ് ജീവനക്കാർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിക്കുകയായിരുന്നു. ഈ പ്രകോപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് തടയുകയും പിന്നീട് ബസിന്റെ സൈഡ് ഒരു വശത്തുള്ള ചില്ല് അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഏറെ തിരക്കുള്ളൊരു റോഡാണ് ഈ മാനാഞ്ചിറ പാളയം റോഡ് എന്ന് പറയുന്നത്. കണ്ണൂർ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് പഴയ സ്റ്റാൻഡിലേക്ക് ഉൾപ്പെടെ ബസ്സുകൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടി. ഇവിടെ പ്രതിഷേധക്കാർ ഈ ബസ് തടഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ ഘട്ടത്തിൽ തന്നെ പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റോഡ് തടഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നത്. ആ ഘട്ടത്തിലാണ് ഈ നഗരത്തിൽ ഓടുന്ന സിറ്റി ബസ്സിലെ ജീവനക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ തിരക്ക് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ആ ഘട്ടത്തിലാണ് ബസ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ തന്നെ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ബസ്സിനെ പിന്തുടരുകയും ബസ്സിനെ തടഞ്ഞു നിർത്തി ജീവനക്കാർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തു. തടഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ സൈഡിൽ ഒരു വശത്തെ ചില്ല് കൈകൊണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ. അനൽക്ക ശ്രീതാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.